ഇതാണ് നമ്മുടെ തെങ്കര ആനക്കട്ടി റോഡ്. ഇത് കുറേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഇനി കുറച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം നല്ല റോഡാണ്, ഇപ്പം നല്ല റോഡാണ്. ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഒരു 2 വർഷം മുന്നേ നമ്മുടെ കോങ്ങാട് മണ്ണാർക്കാട് സുൽത്താൻ റോഡ് അപ്പോൾ മുക്കണ്ണം കോങ്ങാട് സുൽത്താൻ റോഡ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മുടെ മണ്ണാർക്കാടത്തെ ആൾക്കാരാണ് ഞാൻ കൂടുതൽ പറയണത്. പിന്നെ അതുവഴി പോയ ആളുകൾക്കും അറിയാം. അത് സ്വയം ശപിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ഓരോ ദിവസത്തെ യാത്ര. ഞാനടക്കട്ടോ, റോഡ് പണിക്കാരെയും പിന്നെ അവിടുത്തെ വലിയ അധികാരികളെയും എല്ലാവരെയും സർക്കാരിനെയും എല്ലാവരെയും സ്വയം ശപിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ റോഡ് നല്ല അടിപൊളി റോഡാണ്. നമുക്ക് എത്ര സ്പീഡിൽ വേണം പോവാം. നമുക്ക് നമ്മുടെ ഒരു കാറ്റഗറി പെട്ട സ്പീഡ് മാത്രം കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ ഏകദേശം റോഡിൻ്റെ ഏകദേശം മെറ്റലൊക്കെ പാകിയിട്ടുണ്ട്, ചളി അടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ജർക്കിങ് വരുന്നുണ്ട്. ഇപ്പോൾ ആർക്കും ജർക്കിങ് ഇഷ്ടമല്ല, വൈബ്രേറ്റ് ഇഷ്ടമല്ല, ഒക്കെ സൈലൻ്റാണ്. ആരും ഒന്നും മുണ്ടില്ല, ഒന്നും പ്രതികരിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ റോഡിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ പൊതുവെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ റോഡുകൾ. അപ്പോൾ ആരും പ്രതികരിക്കില്ല കേട്ടോ. അപ്പോൾ വഴിയിൽ നമ്മളിപ്പോൾ ഈ ടൗണിൽ കൂടെ വണ്ടി കൊണ്ട് പോവുകയാണ്, നമ്മുടെ വണ്ടി വല്ല തട്ടേ മുട്ട എന്തെങ്കിലും ചെയ്തോ നമ്മൾ വീണു എത്തിക്കോ, നമ്മളെ എണീപ്പിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളെ ചോരയൊക്കെ ഒലിച്ച് പൊട്ടി കഴിഞ്ഞ ആശുപത്രിക്ക് കൊണ്ടുപോകാനൊന്നും ആരും ഉണ്ടാവില്ല. കാരണം അവിടെ പോയ സാക്ഷി പറയേണ്ടി വരുന്ന ആരും വരില്ല. ഞാനതാണ് എപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ വാഹനം ഓടിക്കുക, സൂക്ഷിച്ച് ഓടിക്കുക എന്നുള്ളത്. അല്ലാതെ അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ റോഡ് ഇവിടെ ഇതിലും ഡേഞ്ചറായിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് വേണ്ടിയിട്ട് മടങ്ങിയിട്ട് ചെയ്തതാവും തോന്നുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇവിടെ ഇതേപോലെയാണ്. ഇവിടെ ആദ്യം ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ടെന്ന് പറയാം. പിന്നെ വേറെന്താ വെച്ചാൽ നമ്മളാണ് നമുക്ക് വേണ്ടിയിട്ട് മാറ്റം വരുത്തേണ്ടത്. അല്ലാതെ മറ്റുള്ളൊരാൾ ഒരിക്കലും നമുക്ക് വേണ്ടി മാറ്റം വരുത്തില്ല. കാരണം അവർക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. അതാണ് ശരിക്കും ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ഡോക്ടർ നമ്മളെ പൂർണ്ണമായിട്ടും രോഗം ഭേദമാക്കില്ല, ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിക്കില്ല. ഇതൊക്കെ ഞാൻ ഇങ്ങനത്തെ പറഞ്ഞാണ്. അതേപോലെ ഒരു റോഡിൻ്റെ നല്ലൊരു അവസ്ഥയും മോശം അവസ്ഥയും നമ്മളെ ഡ്രൈവിങ് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ റോഡിനെ നിങ്ങൾ പ്രാഗിയിട്ട് പോകരുത്, കയറി പറഞ്ഞ് പോകരുത്, ശപിച്ച് പോകരുത്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കമ്മിയാവുക ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം, ഏതൊരു ഡ്രൈവർക്കും റോഡിൻ്റെ ഘടനയാണ് പ്രധാനം. മനസ്സിലായില്ലേ? നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വഴികളിലെ സുരക്ഷയാണ് പ്രധാനം. അതേമാതിരി നമ്മുടെ ചെരുപ്പാണ് പ്രധാനം എന്ന് പറയില്ലേ. അപ്പോൾ നമുക്ക് എന്തിനൊരു അവസാനം ഉണ്ടാവും. നല്ലൊരു കാര്യം വന്നാൽ മോശം വരും, മോശം കാര്യം വന്നാൽ നല്ലത് വരും. അതൊക്കെയാണ് നമ്മളെ ലൈഫ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വണ്ടികൾ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് തല തിരിച്ചിട്ട് നോക്കണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റായി കിടക്കും, ചിലപ്പോൾ മരിക്കും, ചിലപ്പോൾ മരിക്കാതെ കിടക്കും, ചിലപ്പോൾ കോമ സ്റ്റേജിൽ കിടക്കും. അപ്പോൾ നിങ്ങൾ അഹങ്കാരം കൊണ്ട്, വാശിയും കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, മനസ്സിലെ ദുഷ്ടചിന്തകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും റോഡിൽ ഡ്രൈവ് ചെയ്യരുത്. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ദൈവം നമുക്ക് തന്നൊരു പാതയാണ്. ആ പാതയിലൂടെ നമ്മളെ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. ഞാൻ ഇത് എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കാമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഓരോ മനുഷ്യന്മാരും ഓരോ ദിവസവും വ്യത്യസ്തമായ സ്വഭാവത്തിലും പ്രവൃത്തിയിലാണ് ഓരോ ആൾക്കാരും ഇറങ്ങണത്. അപ്പോൾ അവർക്കും കൂടി ഇത് ഉപകാരപ്പെടുന്നുള്ളൊരു ചിന്ത ഉണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയാം. ഒരു കോഴിക്കോട് ബസ് പോയത് കണ്ടോ നിങ്ങൾ?
ഈ കോഴിക്കോട് ബസ്സിൻ്റെ ബാക്കിലൊരു KSRTC എന്തായാലും ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ KSRTCക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. മനസ്സിലായോ? അതായത് അവർക്കൊരു തുണ വേണം, ഒരാണിന് ഒരു പെണ്ണ് വേണമെന്ന് പറയില്ലേ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒരു തുണ ഇല്ലായിരിക്കുക നല്ലത്, ഒറ്റയ്ക്ക് ജീവിക്കുക നല്ലത്, ഒറ്റയ്ക്ക് നടക്കുക നല്ലത്, ഒറ്റയ്ക്ക് യാത്ര പോവുക, ഒറ്റയ്ക്ക് സംസാരിക്കുക, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പോൾ ഒരാൾക്കും വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല, ആരും കൂടെ ഇല്ല. ഒരിക്കലും ഞാൻ പറയാം നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ